അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരം വീണ്ടും ഗംഭീരമായിട്ടുള്ള കംബാക്ക് നടത്തിയിരിക്കുകയാണ് അർജന്റീന. എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. അനാലിസിസിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം. ഇതിൽ എല്ലാവരും കാത്തിരിക്കുന്ന സംഭവം എങ്ങനെയാണ് ഈ കംബാക്ക് നടത്തിയെന്നുള്ളത് അറിയാനായിരുന്നു. അപ്പോൾ ശരിയാണ്, ഈ ഇംഗ്ലണ്ട് ലോ ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് പോയി എന്ന് എല്ലാവരും പറയുന്നേക്കാം. പക്ഷെ അതെങ്ങനെയാണ് നടന്നത്, എന്തൊക്കെയായിരുന്നു ചേഞ്ചസ്, ടാക്ടിക്കലി എങ്ങനെയാണ് ഇതിനെ അർജന്റീന ഉപയോഗപ്പെടുത്തിയെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹാഫിൽ തന്നെ അർജന്റീന ചെയ്തിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം, പലർക്കും ഇത് ദഹിക്കില്ല, എന്നാലും ടാക്ടിക്കലി ഗെയിമിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. മൊമെൻറ്റം കൊടുക്കാതെ ഇംഗ്ലണ്ടിന് ഗെയിമിൽ പലതരത്തിലും ബ്രേക്കുകൾ വരുത്തുക, ടാക്ടിക്കൽ ഫൗളുകളുമായിട്ടായിരുന്നു ഒരുപാടധികം ഗെയിം സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് പോയിരുന്നു. ഇതിനാൽ തന്നെ ഇംഗ്ലണ്ടിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം നേടിയെടുക്കാനായിട്ട് ഫസ്റ്റ് ഹാഫിന് സാധിച്ചിരുന്നില്ല. ഇംഗ്ലണ്ട് എങ്ങനെയായിരുന്നു അർജന്റീന ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്? ഒരു 4-4-2 എന്നുള്ള ഷേപ്പിലായിരുന്നു അർജന്റീന പ്രൈമറിലി ഇരുന്നിരുന്നത്. ഈ ഒരു 4-4-2 ബ്രേക്ക് ചെയ്യാനായിട്ട് 3v2 ഓവർലോഡ്സ് അറ്റ് ദ ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡെക്ലൻ റൈസ് അല്ലെങ്കിൽ ആൻഡേഴ്സൺ സെന്റർ ബാക്സിന്റെ ഒപ്പം ഡ്രോപ്പ് ചെയ്തിരുന്നു. എന്നിട്ട് ഈ പറയുന്ന ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷറിനെ പരമാവധി മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം ലയണൽ മെസ്സിയും ഹ്യൂലിയൻ അൽവാരസ് ആണ്. ഹ്യൂലിയൻ അൽവാരസ് ഒരുപാട് എനർജറ്റിക് ആയിട്ട് പ്രസ് ചെയ്യുന്ന പ്ലെയർ ആണ്. ലയണൽ മെസ്സിയിൽ നിന്നിട്ട് അത്രയും അധികം എനർജി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയില്ല. അതോടൊപ്പം ഹാരി കെയ്ൻ അവിടെ വന്നിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യാം. ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്ത് വരുന്നത് ഒരുപാടധികം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ ഗോളിലേക്ക് വരുമ്പോഴും ആ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ടാക്ടിക്കൽ ആസ്പെക്ട് ഉണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ ലെഫ്റ്റ് സൈഡ് അധികം ഒരുപാട് അറ്റാക്ക് ചെയ്യാനായിട്ട് ഇംഗ്ലണ്ട് ശ്രമിച്ചിരുന്നു. നമ്മൾ പ്രീ മാച്ച് അനാലിസിസിലൊക്കെ പറഞ്ഞതാണ് ആ ഒരു സൈഡ് അല്ലെങ്കിൽ ആ ഒരു സോൺസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലണ്ട് ശ്രമിക്കുന്നുള്ളത്. അവിടെ മാർക്ക് ഗെഹിക്ക് റിസീവ് ചെയ്തിട്ട് ബോൾ പ്രോഗ്രഷൻ നടക്കാനുള്ള സ്പേസും ടൈമും കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാടധികം സിമിയോണിയും റൈറ്റ് ബാക്കും ടെസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പെൻഷനും ഗോർഡനും റൊട്ടേഷൻസ് കൊണ്ടും പേസ് കൊണ്ടൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് പല സാഹചര്യങ്ങളും ഫസ്റ്റ് ഹാഫിൽ കണ്ടു. ഇനി ഡയറക്റ്റ് ആയിട്ട് കെയ്ൻ്റെ കാര്യത്തിലേക്ക് വരാം. കെയ്ൻ ഒരുപാടധികം ഡ്രോപ്പ് ചെയ്യുമ്പോൾ ലിസാൻഡോ മാർട്ടിനസ് ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഫോളോ ചെയ്ത് വരുമ്പോൾ ഇൻ ബിഹൈൻഡ് സ്പേസസ് ഓപ്പൺ അപ്പ് ആവുന്നതിനാൽ ലോങ് പോകാനായിട്ട് പിക്ഫോർഡ് ഒരുപാടധികം ശ്രമിച്ചിരുന്നു. പിക്ഫോർഡിന്റെ പാസ് മാപ്പാണ് ഈ കാണുന്നത്. ഒരുപാടധികം ലോങ് ബോളുകൾ വൈഡർ സോൺസിലേക്ക് പോയിരിക്കുന്നു നമുക്ക് കാണാം. ഇങ്ങനെ ലോങ് പോകുന്നതോടൊപ്പം തന്നെ ഡെപ്തിൽ നിന്നിട്ട് റണ്ണേഴ്സിനെ കൊടുക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിക്കുന്നുണ്ടായിരുന്നു. ഡെക്ലൻ റൈസ് ആയിരുന്നു മോസ്റ്റ്ലി ഡീപ്പിൽ നിന്നിട്ട് റണ്ണുകൾ സെക്കൻഡ് ബോൾസിനോ അല്ലെങ്കിൽ ഇൻ ബിഹൈൻഡ് കൊടുക്കാനോ നേടാനായിട്ട് പോയിരുന്നു. ഇതുകൊണ്ട് തന്നെ മെക്കാലിസ്റ്റർ ഡ്രോപ്പ് ചെയ്ത് വരികയും ആ ഒരു ബാക്ക് ഫോർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇംഗ്ലണ്ട് നേടിയ ഗോളിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഹാരി കെയ്ൻ അതിലും ഡ്രോപ്പ് ചെയ്ത് വന്നിരുന്നു എന്നുള്ളത്. അവിടെ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഒരു 2v1 സിറ്റുവേഷൻ അവിടെ ബേസിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കെയ്നും ആൻഡേഴ്സണും സാധിക്കുന്നുണ്ട്. കാരണം ഈ തവണ ലിസാൻഡ്രോ മാർട്ടിനസ് കെയ്നെ ഫോളോ ചെയ്ത് വരുന്നില്ല. അതിനാൽ തന്നെ കെയ്ൻ അവിടെ റിസീവ് ചെയ്തിട്ട് ഇൻ ബിഹൈൻഡ് ലോങ് കൊടുക്കാൻ പറ്റിയാണ്. ഒരുപാട് ടൈം സ്പേസ് ഉണ്ട് അവിടെ. അതോടൊപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പിൽ നിന്നിട്ട് റണ്ണർ വരുന്നു. അത് ഡെക്ലൻ റൈസ് ആയിരുന്നു. വീണ്ടും സെക്കൻഡ് ബോൾ അവിടെ ഡെക്ലൻ റൈസ് വിൻ ചെയ്യുന്നുണ്ട്. കാരണം പാരഡൈസിന് ആ റൺ ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നീട് അവിടെ നിന്ന് മോർഗൻ റോജേഴ്സ് അത് റിസീവ് ചെയ്തിട്ട് കൊടുക്കുന്ന ക്രോസിൽ നിന്നിട്ടാണ് ആന്റണി ഗോർഡൻ ഫസ്റ്റ് ഗോൾ സീൽ ചെയ്യുന്നത്. ഇംഗ്ലണ്ടിന് ലെഫ്റ്റ് വൈഡ് ചാനൽസിലേക്ക് മിഡ്ഫീൽഡേഴ്സ് ഇറങ്ങി വന്നിട്ട് അവിടെ ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അത് ഡീപ്പിൽ നിന്നിട്ടാണെങ്കിലും ഹൈ അപ്പ് ദ പിച്ച് ആണെങ്കിലും റണ്ണേഴ്സിനെ ഉപയോഗിക്കുക എന്നുള്ളത് ഇംഗ്ലണ്ട് പരമാവധി ശ്രമിച്ചിരുന്നു. അത് ആ സോണിൽ നിന്നിട്ട് ബോളുകൾ കൊടുക്കുമ്പോൾ ആന്റണി ഗോർഡൻ ആയാലും സ്പെൻസ് ആയാലും ഒരുപാട് റണ്ണുകൾ പിന്നിലേക്ക് നടക്കുന്നത് നമ്മൾ കണ്ടു. അർജന്റീന എങ്ങനെയാണ് ആ ഫസ്റ്റ് ഹാഫിൽ ക്വൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചത്? ഇതിന് ഏറ്റവും വലിയൊരു കാരണം മെസ്സിയെ ടൈറ്റ് ആയിട്ടുള്ള സ്പേസസിൽ റിസീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഒരു ഇൻസ്റ്റൻസ് എടുത്താൽ കാണാം, ക്രിസ്റ്റ്യൻ റൊമേറയ്ക്കുള്ള വൈഡർ ചാനലിലേക്കുള്ള പാസ് കട്ടൗട്ട് ചെയ്യാനായിട്ട് അവിടെ ആന്റണി ഗോർഡന് സാധിക്കുന്നുണ്ട്. ഇൻസൈഡിലേക്ക് ഫോഴ്സ് ചെയ്യാണ്. ഇൻസൈഡിലേക്ക് ഫോഴ്സ് ചെയ്യുമ്പോൾ മെസ്സി എവിടെയുള്ളത്? ഇൻസൈഡ് ഓഫ് ദ പിച്ചാണുള്ളത്. അവിടെ എത്രത്തോളം ഓവർലോഡഡ് ആണ് അല്ലെങ്കിൽ ക്രൗഡഡ് ആണ് ഇംഗ്ലണ്ട് എന്ന് നോക്കി. ആ ഒരു സോണിലേക്ക് മെസ്സി റിസീവ് ചെയ്യുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു സോണിലേക്ക് പാസ് ഫോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബാക്ക്വേർഡ് പാസിലേക്ക് ഫോഴ്സ് ചെയ്യിപ്പിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇന്റർസെപ്ഷൻസ് നടത്താനായാലും ഇംഗ്ലണ്ടിന് പരമാവധി ഇന്നലെ സാധിച്ചിരുന്നു. ഇത് ഇംഗ്ലണ്ട് കുറച്ചുകൂടെ ലോ ആയിട്ടുള്ള ഒരു ബ്ലോക്കിലേക്ക് ഇരിക്കുമ്പോഴും സെയിം അവസ്ഥയായിരുന്നു. മെസ്സി അവിടെ ബോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോണിൽ പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്തിട്ട് വിൻ ബാക്ക് ചെയ്യാനായിട്ട് ഇംഗ്ലണ്ട് ഇന്നലെ സാധിച്ചു. ഇതുകൊണ്ട് തന്നെ ഒരുപാടധികം ടേൺ ഓവേഴ്സ് ഇന്നലെ അർജന്റീനയ്ക്കെതിരെ ഇംഗ്ലണ്ട് കിട്ടി. ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവിടെ ആരുണ്ടായിരുന്നത്? പെരേഡസ് ആണ് ഉണ്ടായിരുന്നത്. അത്രയും ക്ലോസ് ആയിട്ടുള്ള ഡിസ്റ്റൻസസിൽ അവിടെ പെരേഡസ് ഒരു സേഫ്റ്റി കൊടുക്കുമ്പോൾ ഇംഗ്ലണ്ടിന്റെ ആ ഒരു അറ്റാക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് അർജന്റീനയ്ക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ടാക്ടിക്കലി ഫൗളുകൾ ചെയ്യാനായിട്ടും അവർക്ക് യാതൊരു മടി ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ മെസ്സി എന്താ ചെയ്തത്? കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഏരിയാസിൽ മെസ്സി റിസീവ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ റിസീവ് ചെയ്യുമ്പോഴും മറ്റു പ്ലേയേഴ്സിന് ആ ഒരു ബോൾ പ്രോഗ്രഷൻ നടത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സെയിം കൺജസ്റ്റഡ് സ്പേസസിലൊക്കെ അവരും കമ്പൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ മെസ്സിക്ക് അവിടെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മെസ്സി എന്നൊരു പ്രൊഫൈൽ ചെയ്യുന്ന കാര്യങ്ങളെ പോലെ മറ്റു പ്ലേയേഴ്സിന് ആ ഒരു സോണിൽ പെർഫോം ചെയ്യാനായിട്ട് ഇന്നലെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ ഗോളിന് ശേഷം വരുന്ന മാറ്റങ്ങളിലാണ് ഗെയിം തിരിയുന്നത്. ഇതെന്തായിരുന്നു ചേഞ്ചസ്? ഒരു ബാക്ക് ഫൈവ് എന്നുള്ള രീതിക്ക് പോകാനായിട്ട് ആന്റണി ഗോർഡനെ മാറ്റിയിട്ട് കോൺസെ കൊണ്ടുവരുന്നു ടൂക്കൽ. പിന്നീട് ഡാൻ ബേൺ വരുന്നുണ്ട്, നിക്കോ റെയ്ലി വരുന്നുണ്ട്. അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ പിൻവലിച്ചുകൊണ്ട് ഡിഫെൻസീവ് മോഡിലേക്ക് നേരെ ടൂക്കൽ പോവാണ്.
എന്നിട്ട് ഏത് ഫോർമേഷനിലിരിക്കുന്നത്? ഒരു 5-3-2 എന്നുള്ളൊരു ഫോർമേഷനിൽ. 5-3-2 ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു ഔട്ട് ബോൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷനിൽ ത്രെറ്റ് ആവാനായിട്ടുള്ള പ്രൊഫൈൽസ് ഒന്നും ഇംഗ്ലണ്ടിന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ ഡീപ്പായിട്ടുള്ള ബ്ലോക്കിലേക്ക് ഇംഗ്ലണ്ട് പോവുകയും അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ പൊസഷനും ഉണ്ടായിരുന്നില്ല. 12% പൊസഷൻ മാത്രമാണ് അവസാനം 30 മിനിറ്റിൽ ഇംഗ്ലണ്ട് ഉണ്ടായത് ഗെയിമിൽ. ആകെ അവർ 38 പാസുകളാണ് അറ്റംപ്റ്റ് ചെയ്തത്. അതിൽ 26 അവർ കംപ്ലീറ്റ് ചെയ്തു. 26.3% അവർ ലോങ് ബോളുകൾക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് 7.5% മാത്രമാണ് അവർ ലോങ് പോകാനായിട്ട് ശ്രമിച്ചത്. അതൊരു ടാക്ടിക്കലി റീസൺ ഉള്ളതുകൊണ്ട്. പിന്നെ ഫീൽഡ് ടിൽറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഫീൽഡ് ടിൽറ്റ് എന്ന് പറയുന്നത് അറ്റാക്കിംഗ് തേർഡിൽ വരുന്ന കംപ്ലീറ്റഡ് പാസസിനെയും ത്രെറ്റിനെയാണ് ഫീൽഡ് ടിൽറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫീൽഡ് ടിൽറ്റ് 97.6% അർജന്റീനയ്ക്ക് ലാസ്റ്റ് 30 മിനിറ്റിൽ ഉണ്ടായെന്നുള്ളതാണ്. വെറും 2.4% മാത്രമാണ് ഇംഗ്ലണ്ട് ഫീൽഡ് ടിൽറ്റ് ഉണ്ടായത്. അപ്പോൾ എത്രത്തോളം അർജന്റീന അത് ഡോമിനേറ്റ് ചെയ്തെന്നുള്ളത് ആലോചിച്ച് നോക്കി. പിന്നെ ഈ ഗോർഡന്റെ ഗോൾ വരുന്നതിന് മുമ്പ് 14 പാസസിലെ 8 പാസ് മാത്രമാണ് സക്സസ്ഫുള്ളി ഫൈനൽ തേർഡിലേക്ക് മെസ്സിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നത്. അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം, അതായത് ഗോർഡന്റെ ഗോളിന് ശേഷം മെസ്സിയുടെ സ്റ്റാറ്റ് വരുന്നത് 23 ഫൈനൽ തേർഡ് പാസസിൽ 21 കംപ്ലീറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. സോ അർജന്റീനയുടെ ഏറ്റവും ത്രെറ്റനിങ് ആയിട്ടുള്ള പ്ലെയറെ അവർ ഗെയിമിലേക്ക് അനുവദിക്കുന്നു. ഇത് കാണുന്ന അർജന്റീന ചേഞ്ചസ് വരുത്താണ്. അറ്റാക്കിംഗ് ചേഞ്ചസ് ആണ് അവർ വരുത്തുന്നത്. ഈ പറയുന്ന പാരഡൈസിനെ മാറ്റിയിട്ട് നിക്കോ ഗോൺസാലസ് വരുന്നു. നിക്കോ ഗോൺസാലസിനെ നമുക്കറിയാം ബാക്ക് പോസ്റ്റിലേക്ക് റണ്ണുകൾ നടത്താൻ പറ്റുന്ന കിടിലൻ ആയിട്ടുള്ള പ്ലെയർ ആണ്. സോ അവിടെ ക്രോസസിലേക്ക് ത്രെറ്റ് ആവുന്ന ഒരു പ്ലെയർ വരുന്നു. അതുകൊണ്ടൊപ്പം തന്നെ ബോൾ സർക്കുലേഷനും ബോൾ പൊസിഷനും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈലായിട്ട് നിക്കോ മാറുന്നു. ഇംഗ്ലണ്ട് ഒരു 5-3-2 ഷേപ്പിലേക്ക് ഇരിക്കുന്നുണ്ട്. ഹാഫ് സ്പേസസിൽ ഒരുപാടധികം സ്പേസ് ഉണ്ടായിരുന്നു. ആ ഒരു 5-4-1 അവർ പോകുന്നുണ്ടെങ്കിലും വളരെയധികം നാരോ ആയിരുന്നു ആ ഒരു 5-4-1 എന്നുള്ളത്. സെൻട്രലി എപ്പോഴും പ്ലെയേഴ്സ് ഒക്യുപ്പൈഡ് ആക്കാനായിട്ട് അർജന്റീന ഉറപ്പാക്കുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ എൻസോ ഫെർണാണ്ടസ് ഒക്കെ അതിന് മുന്നും ലോങ് റേഞ്ചർ ഷോട്ട്സ് എടുത്തിരുന്നത് നമുക്ക് കാണാൻ പറ്റി. ഇംഗ്ലണ്ട് വളരെയധികം റിലക്റ്റന്റ് ആയിരുന്നു ആ ഒരു ബ്ലോക്കിൽ നിന്നിട്ട് പുറത്തു വരാനായിട്ട്. ഒരു 6-4-0 എന്നുള്ളൊരു ഷേപ്പിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടു. അതും അത്രയധികം പ്ലെയേഴ്സ് ബ്ലോക്കിന് പുറത്തുണ്ടായിട്ട് പോലും ഇംഗ്ലണ്ട് വളരെയധികം മടിക്കുമായിരുന്നു പുറത്തേക്ക് വരാൻ. ഇതുകൊണ്ട് തന്നെ ആ ഒരു സെൻട്രൽ സോൺസിൽ മെസ്സിക്ക് കൂടുതൽ ടൈമും സ്പേസും കിട്ടാൻ തുടങ്ങി. ഇതുകൊണ്ട് തന്നെ മെസ്സിക്ക് ആ ഒരു സെൻട്രൽ സ്പേസസിൽ നിന്നിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ തുറക്കപ്പെട്ടു. അദ്ദേഹം കൂടുതൽ ടച്ചസ് എടുക്കാൻ തുടങ്ങി, ഇൻ ബിഹൈൻഡ് ക്രോസസ് കൊടുക്കാൻ തുടങ്ങി, ചിപ്പ് ബോളുകൾ ട്രൈ ചെയ്യാനൊക്കെ തുടങ്ങി. ഈ ഒരു 5-3-2 ഇരിക്കുന്ന ഇംഗ്ലണ്ടിനെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബ്രേക്ക് ചെയ്യുന്നത് മനസ്സിലായ? ഒരു 2-3-5 എന്നുള്ള ഷേപ്പിലേക്ക് അർജന്റീന പോവാണ്. ഈവൻ ആ ഒരു 2-3-5 പോലും ഈ പറയുന്ന സെന്റർ ബാക്ക് ഹാഫ് സ്പേസസിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നു കുറച്ചുകൂടെ. അപ്പോൾ എന്ത് സംഭവിക്കും? ഫുൾ ബാക്കിന് ഈ പറയുന്ന ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്തുകൊണ്ട് സർക്കുലേഷൻ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹാഫ് സ്പേസ് ഓപ്പൺ ആവാണ്. അവിടെ നിന്നിട്ട് ഡീപ്പ് ബോളിനും മെസ്സിക്കും ക്രോസസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇൻസ്വിങ്ങിങ് ക്രോസസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡീപ്പ് ബോൾ അവിടേക്ക് വരും. ഈവൻ ഇപ്പോൾ ഡീപ്പ് ബോൾ അല്ലെങ്കിൽ എൻസോ സെൻട്രൽ സോൺസിലും നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് ലോങ് റേഞ്ച് ഷോട്ട്സിനെ ട്രൈ ചെയ്യാനായിട്ട് ഒരുപാട് ഡീപ്പായിട്ട് ബ്ലോക്കിലേക്ക് ഇംഗ്ലണ്ട് ഇരിക്കുന്നതിനാൽ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റിയും എപ്പോഴും ഓണായിരുന്നു. ഇംഗ്ലണ്ട് ഈ പറയുന്ന വൈഡർ സോൺസിലുള്ള ഓവർലോഡിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു മാച്ചപ്പിന് തയ്യാറാവുമായിരുന്നു. 2v2 എന്നുള്ള സിറ്റുവേഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലണ്ട് ശ്രമിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലണ്ടിന്റെ വൈഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ബോളിനോട് അട്രാക്റ്റഡ് ആകുമ്പോൾ അവിടെ നിന്ന് ഒരു റിട്ടേൺ പാസ് ഡീപ്പ് ബോളിന് കിട്ടുകയാണെങ്കിൽ ഒരുപാടധികം സ്പേസ് ഡീപ്പ് ബോളിനുണ്ടായിരുന്നു. ഫുൾ ബാക്ക് എപ്പോഴും ഇൻ ബിഹൈൻഡ് ഒരു പാസിനും അവിടെ നിന്നൊരു ക്രോസിനും ഓൺ ആവുമായിരുന്നു. ഇവൻ അർജന്റീനയ്ക്ക് ആ കോർണർ കിട്ടുന്നതും എൻസോഡ് അങ്ങനെ ഒരു ലോങ് ഷോട്ടിൽ നിന്നിട്ടാണ്, ആ ഒരു സെൻട്രൽ സോണിൽ നിന്നിട്ട്. മെസ്സിക്കെതിരെ ഒരു 2v1 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആൻഡേഴ്സൺ പുറത്തേക്ക് ഡ്രോൺ ഔട്ട് ആവാണ്. പക്ഷെ അങ്ങനെ ഡ്രോൺ ഔട്ട് ആവുമ്പോൾ ഒരു ഡിഫൻസ് ലൈനിൽ നിന്നിട്ടുള്ള ഒരു മിഡ്ഫീൽഡറോ ഒരു ഡിഫൻഡറോ പുറത്തേക്ക് കുറച്ച് വരേണ്ടതാണ്. കാരണം എപ്പോഴും ആ ഒരു ലോങ് ഷോട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് ആ ബ്ലോക്കിന് പുറത്തേക്ക് വരാനായിട്ട് പ്ലേയേഴ്സിന് സാധിക്കണം. അതിന് സാധിക്കാതെ വരുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്ക് ഈക്വലൈസർ കൊടുക്കുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ ഗോൾ വരുന്നുണ്ട്. ഈ മെസ്സിനെ കൊണ്ട് എന്താ ചെയ്യുക? കാരണം കോച്ചസ് പറയും ലെഫ്റ്റ് ഫുട്ടഡ് പ്ലേയേഴ്സിനെ റൈറ്റ് ഫുട്ടിലേക്ക് ഫോഴ്സ് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ റൈറ്റ് ഫുട്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? റൈറ്റ് ഫുട്ട് കൊണ്ട് കൊടുക്കുന്ന ആ ഒരു ക്രോസ് ഉണ്ട് പ്രിസൈസ് ആയിട്ട്. ക്രോസിനെ ഡീൽ ചെയ്യാനായിട്ട് ഇംഗ്ലണ്ട് പ്രൊഫൈൽസിനെ കൊണ്ടുവന്നിരുന്നു. ഡാൻ ബേൺ ഒക്കെ ആയിരുന്നു ഇതിൽ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പ്രൊഫൈൽ എന്നുള്ളത്. പക്ഷേ ഡാൻ ബേണിന്റെ സോണിലേക്ക് അവർ ക്രോസസ് അധികം കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് ഡാൻ ബേണിന്റെ ടച്ച് മാപ്പ് എടുത്ത് നോക്കിയാൽ കാണാം. കാരണം ഡാൻ ബേൺ എടുത്തിട്ടുള്ള എല്ലാ ടച്ചുകളും ഹൈ അപ്പ് ദ പിച്ചസ് ആയിരുന്നു. ക്ലിയറൻസ് കൊടുക്കാനായിട്ട് ഡാൻ ബേണിനെ കൊണ്ട് സാധിക്കുന്നില്ല. അതിനാൽ തന്നെ ഫാപ്പോസ് സോണിലേക്ക് ക്രോസ് കൊടുത്തുകൊണ്ട് അവിടെ ലോറ്റാറോ മാർട്ടിനസ് സെക്കൻഡ് ഗോൾ അർജന്റീനയ്ക്ക് വേണ്ടി നേടിക്കൊടുക്കുകയാണ്. അർജന്റീന ആ ഒരു കംബാക്ക് അങ്ങനെ കംപ്ലീറ്റ് ആക്കുകയാണ്. എല്ലാവരും അവരുടെ എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരുന്നൊരു സമയം. എന്തായാലും കിടിലനായിട്ടുള്ളൊരു ഫൈനലും കൂടി ആയിരിക്കും. നമുക്കതിൻ്റെ പ്രീ മാച്ച് അനാലിസിസ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതുവരെ ഒരു അപ്പോളജി കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ഈ ഒരു വീഡിയോ വളരെയധികം ലേറ്റ് ആയെന്ന് എനിക്കറിയാം. വർക്കും ഇതും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. ബൈ. സി യു.